പ്രതിഷേധത്തിനൊടുവിൽ സംഘപരിവാർ സംഘടനകളുടെ ഫാസിസത്തിനെതിരെ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രമേയം പാസാക്കി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എഴുത്തുകാർക്കെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ തടയാൻ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ അക്കാദമി പ്രതികരിക്കാത്തതിൽ പ്രതിഷേധിച്ച് നിരവധി എഴുത്തുകാർ പുരസ്കാരം മടക്കി നൽകിയ സാഹചര്യത്തിലാണ് പ്രമേയം. പുരസ്കാരങ്ങൾ എഴുത്തുകാർ തിരികെ വാങ്ങണമെന്നും ദില്ലിയിൽ ചേർന്ന സാഹിത്യ അക്കാദമി അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ആവശ്യപ്പെട്ടു. ഈ വിഷയം ഉൾപ്പെടെയാണ് ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് MP രാജേഷ് MP, BJP വക്താവ് ശ്രീ VV രാജേഷ്, പ്രൊഫസർ MN കാരശ്ശേരി, കവി ശ്രീ രാവുണ്ണി എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ VV രാജേഷ്, എഴുത്തുകാർ നിങ്ങൾക്കെതിരെ എന്ന് വേണമെങ്കിൽ പറയാം, നിങ്ങൾ പ്രതിരോധിക്കുന്ന നിലപാടുകൾക്കെതിരെയാണ് ഇപ്പോൾ പ്രമേയങ്ങൾ പാസ്സാക്കിയിരിക്കുന്നത്. എന്താണ് പ്രതികരണം? ലാൽ, ഇവിടെ പ്രതിരോധത്തിൻ്റെ പ്രശ്നമോ പ്രമേയത്തിൻ്റെ പ്രശ്നമോ നിലപാടുള്ള പ്രശ്നമൊന്നുമല്ല. ഇവിടെ എഴുത്തുകാർക്ക് ഏറെക്കുറെ എല്ലാ എഴുത്തുകാർക്കും അവരവരുടേതായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനനുസരിച്ചാണ് അവർ ചില സമയത്ത് പ്രതികരിക്കുന്നത്, ചില സമയത്ത് പ്രതികരിക്കാതിരിക്കുന്നത്, ചില സമയത്ത് അവാർഡുകൾ നിരസിക്കുന്നത്, ചില സമയത്ത് അവാർഡുകൾ ലഭിക്കുന്ന ഉടൻ തന്നെ നിരസിക്കും, ചിലപ്പോൾ ഒരു 10-25 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിരസിക്കുന്നത് എന്നുള്ളത്. ഇവിടെ എഴുത്തുകാരിൽ കേരളത്തിൽ പറഞ്ഞാൽ കൂടുതൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് ഇരുന്നപ്പോഴേക്കും പല അധികാര സ്ഥാനങ്ങളിൽ എത്തിയ എഴുത്തുകാരുമാണ്. ഈ എഴുത്തുകാരൊക്കെ തന്നെ രാഷ്ട്രീയ പ്രേരിതമായി പ്രതികരിക്കുമ്പോഴേക്കും അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്, മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. തിരിച്ചു വരാം. ശ്രീ MP രാജേഷ്, LDF എഴുത്തുകാരും UPA എഴുത്തുകാരുമാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ പ്രതിഷേധിച്ചത്. എഴുത്തുകാരും കലാകാരന്മാരും സർഗാത്മകതയുള്ളവരും ഒക്കെ കൂടുതൽ ഇടതുപക്ഷക്കാരാണ് എന്നും പൊതുവിൽ മതനിരപേക്ഷ നിലപാടുള്ളവരാണ് എന്നും രാജേഷ് സമ്മതിക്കുകയാണ്. അത് ഇടതുപക്ഷത്തിന് പൊതുവിലുള്ള ഒരു അംഗീകാരമാണ്. രാജേഷിന് എപ്പോഴെങ്കിലും അങ്ങനെ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. പിന്നെ രാജേഷിൻ്റെ അറിവിലേക്കൊരു കാര്യം പറയാം. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ എഴുത്തുകാർ ഇങ്ങനെ പ്രതികരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല. അടിയന്തരാവസ്ഥക്കെതിരായിട്ട് എഴുത്തുകാർ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. നയൻതാര സൈഗൾ നെഹ്റുവിൻ്റെ അനന്തരവളായിരുന്നിട്ട് കൂടി അടിയന്തരാവസ്ഥക്കെതിരെ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് ശക്തമായിട്ട് പ്രതികരിച്ച ആളാണെന്ന് രാജേഷിന് അറിഞ്ഞിട്ടും അറിയില്ല നടിക്കുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് എതിരായി പ്രതികരിച്ചവരുടെ കൂട്ടത്തിലുണ്ട് സച്ചിദാനന്ദനെ പോലുള്ള ആളുകളെല്ലാം. സച്ചിദാനന്ദൻ്റെ രൂക്ഷ വിമർശനമടങ്ങിയ കവിതകൾ അന്നും വന്നിട്ടുണ്ട്. നാവുമരം പോലെയുള്ള, പനി പോലെയുള്ള കവിതകളെല്ലാം ആ കാലത്താണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ NS മാധവൻ ആണ് സിഖ് വിരുദ്ധ കൂട്ടക്കൊലയ്ക്കെതിരായിട്ടുള്ള കഥ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്, വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥ. അതേ NS മാധവൻ തന്നെ തർക്കമന്ദിരം തിരുത്ത് എന്ന പേരിൽ ബാബറി മസ്ജിദ് തകർത്തതിന് എതിരായിട്ട് തർക്കമന്ദിരം എന്ന പ്രയോഗത്തെ തന്നെ രൂക്ഷമായിട്ട് പരിഹസിച്ചുകൊണ്ട് NS മാധവൻ കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ രാജേഷിനെ പോലുള്ള ആളുകൾക്ക് എഴുത്തുകാരൊക്കെ ഇടതുപക്ഷക്കാരാണ് എന്ന് പറയുന്നു. ആ എഴുത്തുകാർ ഇപ്പം ഞങ്ങളെ വിമർശിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള ചരിത്ര സന്ദർഭങ്ങളിലെല്ലാം വിമർശിച്ചിട്ടുള്ളവരാണ് ഈ എഴുത്തുകാർ എന്ന് രാജേഷ് ഓർമ്മിക്കണം. എന്നാൽ അന്നൊന്നും ഇത്ര ശത്രുതാപരമായിട്ടുള്ള സമീപനം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നൊരു കാലത്ത് എഴുത്തുകാരോട് ഉണ്ടായിട്ടില്ല. സച്ചിദാനന്ദനെ പോലുള്ള ആളുകൾ ഇടതുപക്ഷത്തെയും വിമർശിച്ചിട്ടുണ്ടല്ലോ, NS മാധവനെ പോലുള്ള ആളുകൾ വിമർശിച്ചിട്ടുണ്ടല്ലോ, ഇടതുപക്ഷത്തെയും വിമർശിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സമീപനമല്ല സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം കൂടി രാജേഷിൻ്റെ അറിവിലേക്ക് പറയുകയാണ്. ഇതാദ്യമായിട്ടല്ല ഈ അവാർഡ് തിരിച്ചു കൊടുക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോറിനെ BJP-ക്കാർക്ക് അറിയാതിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് തനിക്ക് കിട്ടിയ സർ പദവി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടാഗോറിൻ്റെ പാരമ്പര്യമാണ് ഇന്നത്തെ എഴുത്തുകാർ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. അതിന് പകരം എഴുത്തുകാരെ ഭർസിക്കുകയും അവരെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത് പൊതുവെ സംഘപരിവാർ നേതൃത്വം മുതൽ സാധാരണ ഫേസ്ബുക്കിൽ വരുന്ന അണികൾ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ. എല്ലാവരെയും അധിക്ഷേപിക്കുക, ഭർസിക്കുക എന്നുള്ളതാണല്ലോ. അരുൺ ജെയ്റ്റ്ലിയെ പോലെ ഒരാളാണ് പറഞ്ഞത് ഇത് വെറും കടലാസ് വിപ്ലവമാണ് എന്ന് ആക്ഷേപിച്ചത്. അപ്പോൾ അതാണ് ശ്രീ VV രാജേഷ് ഇവിടെ ഇരുന്ന് എഴുത്തുകാരെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ VV രാജേഷ്, ഇത് MP രാജേഷ് താങ്കൾ പറഞ്ഞ ആ പ്രതികരണത്തിലുള്ള മറുപടി ആയി കഴിഞ്ഞിരിക്കുന്നു. താങ്കൾക്ക് അതിനോട് പ്രതികരിക്കാം. ഒപ്പം തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ന് കർണാടകത്തിൽ യുവ ദളിത് എഴുത്തുകാരനും വിദ്യാർത്ഥിയും ആയ ഒരു യുവാവിന് നേരെ ഉണ്ടായ ആക്രമണമാണ്. അയാളുടെ വിരൽ മുറിച്ചു കളയും എന്നാണ്, ഇനി എഴുതിയാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജാതി വ്യവസ്ഥയ്ക്ക് എതിരായ
ഒരു ലേഖനം എഴുതിയതിനാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് നിങ്ങൾ ഇന്ത്യ ഭരിക്കുമ്പോൾ കർണാടകത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പ്രാദേശികമായി കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന വി.കെ. സിംഗിൻ്റെ അഭിപ്രായത്തോടാണോ ഇന്നും നിങ്ങൾ യോജിക്കുന്നത്? എന്തുകൊണ്ട് സംഭവിക്കുന്നു? എനിക്കിപ്പോൾ ഒരുപാട് അറിവെന്ന് പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന എം.പി. രാജേഷിനോട് എനിക്ക് പറയാനുള്ളത്, സർഗാത്മകത ഉള്ള എഴുത്തുകാർ ഒരുപാടുണ്ട്. ഈ നാട്ടിലുള്ള എല്ലാ എഴുത്തുകാരും ഇടതുപക്ഷ എഴുത്തുകാരാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയാത്ത കാര്യങ്ങൾ രാജേഷ് ഞാൻ പറഞ്ഞതായിട്ട് പറയരുത്. ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എഴുത്തുകാർ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ വിമർശിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ ഞങ്ങൾക്ക് വിമർശിക്കേണ്ടി വരും, അതിനെ ഞങ്ങൾ കുറ്റപ്പെടുത്തേണ്ടി വരും. ഈ നാട്ടിലുള്ള എല്ലാ എഴുത്തുകാരും ഇടതുപക്ഷക്കാരാണെന്നോ എഴുത്തുകാരൊക്കെ മോശമാണെന്നോ എഴുത്തുകാരെ ഞങ്ങൾ അടച്ചാക്ഷേപിക്കുന്നൊന്നും രാജേഷ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നതാവുകയില്ല, താങ്കളുടെ ഒരു കുറ്റപ്പെടുത്തൽ മാത്രമേ ആവുകയുള്ളൂ. പി. വത്സല ഇപ്പോൾ എന്താ പറഞ്ഞത്? ഒരുപാട് എഴുത്തുകാർ ഇന്ത്യ രാജ്യത്ത് ഞങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. അവാർഡ് തിരിച്ചു കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം സാറ ടീച്ചർ അവാർഡ് തിരിച്ചു കൊടുത്തപ്പോഴേ ഞാൻ ടീച്ചറിനോട് പറഞ്ഞല്ലോ, അവാർഡ് തിരിച്ച് ഇന്ത്യയിൽ കൊടുക്കുന്ന ആദ്യമൊന്നുമല്ല. അവാർഡ് പലപ്പോഴും തിരിച്ചു കൊടുത്തിട്ടുണ്ട്, അവാർഡ് വാങ്ങാതിട്ടുണ്ട്, നിരസിച്ചിട്ടുണ്ട്, യേശുദാസ് അവാർഡ് വാങ്ങാതിരുന്നുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലൊക്കെ തന്നെ വർഷങ്ങളായി കടന്നുകൂടിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ തന്നെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോഴേക്കും ചില തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു എന്ന് തോന്നുമ്പോഴേക്കും അസ്വസ്ഥത ഉണ്ടാകും. ആ അസ്വസ്ഥത പല തരത്തിൽ പ്രകടിപ്പിക്കും. ആ അസ്വസ്ഥതയൊക്കെ തന്നെ ഞങ്ങൾ എഴുത്തുകാരെയൊക്കെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ധൈര്യപൂർവ്വം ആ ഈ പറഞ്ഞ എഴുത്തുകാർ എല്ലാവരും ഇടതുപക്ഷക്കാരല്ല എന്നുള്ള താങ്കൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അതാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അത് മനസ്സിലാക്കുന്നു. പക്ഷേ അതോടൊപ്പം ഈ അവാർഡുകൾ പല കാലങ്ങളിലും നിരസിച്ചിട്ടുണ്ട്, പുരസ്കാരങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് പലതും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തിരിച്ചു കൊടുക്കാത്തവരുണ്ട്. ശ്രീ എം.ടിയെ പോലുള്ളവർ തിരിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിലും ഞങ്ങൾ ഉയർത്തുന്ന ഒരു വാദമുണ്ട്, ഞങ്ങൾ ആ സമരത്തിനൊപ്പമാണ്. തിരിച്ചു കൊടുക്കാത്തതിന് ചിലപ്പോൾ ചിലരുടെ വികാരപരമായ ചില നിലപാടുകൾ ആ അർത്ഥത്തിൽ വരെ ചിലപ്പോൾ അവർക്ക് സാധിക്കുന്നുണ്ടാകാം, ചിലർ അതിന് അതിവൈകാരികമായി പറയുന്നുണ്ടാകാം. പക്ഷേ ഇവരെല്ലാം പുറത്തേക്ക് പറയുന്ന ഒരു സന്ദേശമാണ് ഇന്ന് പ്രമേയത്തിലൂടെ സാഹിത്യ അക്കാദമി ഒരിക്കലും കൂടാൻ പോകുന്നില്ല ഈ മാസത്തിൽ എന്ന് പറഞ്ഞ തീരുമാനത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കലിലേക്ക് എത്തിച്ചേർന്നത്. ഇന്ത്യ ഒട്ടാകെയുള്ള സാഹിത്യകാരന്മാരുടെ ഒരു പ്രതിഷേധത്തിൻ്റെ പ്രതികരണമാണ് അവിടെ ഉണ്ടായത്. അതെ, അതിന് കാരണം എന്താ? ഇത്രത്തോളം സാഹിത്യകാരന്മാർ പ്രകോപനങ്ങളുള്ള കാരണം എന്താ? ഞാൻ മനസ്സിലാക്കുന്ന കൽബുർഗിയുടെ സംഭവമാണ് ഏറ്റവും പ്രധാനമായിട്ട്. ആണല്ലോ ഒന്നതാ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ സാഹിത്യകാരന്മാർ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ളവരൊക്കെ ഡൽഹിയിൽ പോകുന്നതിനേക്കാളും വളരെ എളുപ്പമാണല്ലോ കൽബുർഗി കൊല്ലപ്പെട്ട കർണാടകത്തിലേക്ക് പോകാൻ. അവിടെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന സിദ്ധാരാമയ്യയുടെ അടുത്ത്, കർണാടക മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്നിട്ട് ഇതിലെ പ്രതികളെ കണ്ടുപിടിക്കണം, ഇനി കർണാടകത്തിലാണ് സംഭവിച്ചത്, കർണാടകത്തിൽ ഇത് സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരം നടത്താനോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം തയ്യാറാക്കാനോ ഇവിടുത്തെ സാഹിത്യകാരന്മാർക്ക് സാധിച്ചില്ല. അതിൽ യഥാർത്ഥ പ്രതികളെ പിടിച്ചിട്ടില്ല. അവരെത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പറയാൻ സാധിക്കാതെ ഇതെല്ലാം ഈ കുന്തമന നരേന്ദ്രമോദിയുടെ നേർക്ക് തിരിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അതാണ് ഒരുപക്ഷെ വി.വി. രാജേഷിനും ബി.ജെ.പിക്കാർക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. രാജേഷ് എന്തുകൊണ്ട് സിദ്ധാരാമയ്യക്ക് ഒരു കത്തെഴുതിയിട്ട് കൽബുർഗി വധം അതിലെ ആവശ്യപ്പെട്ടില്ല? കർണാടകയിൽ സംഭവിക്കുമ്പോൾ സിദ്ധാരാമയ്യയോട് ചോദിക്കുന്നില്ല, കേരളത്തിൽ സംഭവിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയോട് ചോദിക്കുന്നില്ല, ഡൽഹിയിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് അരവിന്ദ് കെജ്രിവാളിനോട് ചോദിക്കുന്നില്ല, ഉത്തർപ്രദേശിലും ബീഹാറിലും അതാത് മുഖ്യമന്ത്രിമാരോടല്ലേ ചോദിക്കേണ്ടത്? ഹരിയാനയിൽ മാത്രം ആ മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട, അതിനും താഴോട്ടുള്ള അധികാരങ്ങളിലേക്ക് പോയാൽ മതി. അങ്ങനെ ചെയ്യുന്നില്ല ശ്രീ എം.പി. രാജേഷ്. ഇതെന്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ തലയിൽ കൊണ്ടുവന്ന് ഈ കുന്തമുന ഉയർത്തുന്നു? എന്തൊരു ദുർബലവും പരിഹാസ്യവുമായിട്ടുള്ള വാദമാണ് ഇവർ ഉയർത്തുന്നത്. ഇത് ഓരോ സംസ്ഥാനത്ത് നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. RSS സംഘപരിവാർ കേന്ദ്ര ഭരണത്തിന്റെ തണലിൽ അഴിച്ചുവിട്ടിട്ടുള്ള ഒരു അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമുണ്ട്. അതാണ് ഇവിടെ ഈ സംഭവങ്ങൾക്കെല്ലാം നയിച്ചിട്ടുള്ളത്. ഇവിടെയെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരാ? സംഘപരിവാറോ അതിൻ്റെ തണലിലുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകളോ ആണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഓരോ സംസ്ഥാനത്തും ഏതെങ്കിലും ഗുണ്ടാ സംഘങ്ങൾ പോയിട്ടല്ല ഇത് ചെയ്യുന്നത്. സനാതൻ സംസ്ഥ എന്ന് പറയുന്ന പൊതുവിൽ സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തീവ്ര ഹിന്ദുത്വ ശക്തികൾ. അങ്ങനെയുള്ള ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഹോച്ചുങ്ക പ്രസാദ് എന്ന ഒരു ദളിത് വിദ്യാർത്ഥിയെ ആക്രമിച്ചത് ജാതിക്കെതിരായിട്ട് എഴുതുന്നത് ഹിന്ദുത്വത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ആക്രമണങ്ങളിലെല്ലാം അന്തർലീനമായിട്ടുള്ളത് സംഘപരിവാർ പ്രതിനിധീകരിക്കുന്ന, മോഡി പ്രതിനിധീകരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. അതിൽ ഓരോ സ്ഥലത്തും ആക്രമണം നടത്തുന്ന സംഘടനകൾ പല പേരാണ്. 1000 കൈകളുള്ള നീരാളിയെ പോലെയാണ് സംഘപരിവാർ എന്ന് പറഞ്ഞാൽ. ഹനുമാൻ സേനയുണ്ട്, ബജ്രംഗ് ദളുണ്ട്,
പലതരത്തിലുള്ള സേനകൾ ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ഇതിനെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്നത്, സ്പോൺസർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എഴുത്തുകാരുൾപ്പെടെയുള്ളവർ അതിനെ എതിർക്കുന്നത്. ആ ഹിന്ദുത്വ രാഷ്ട്രീയത്താൽ പ്രചോദിതമായിട്ടുള്ള ആക്രമണങ്ങളെയാണ് അവർ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഓരോ സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നമായിട്ടല്ല ഇത് വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ രാജേഷ് തിരിച്ചെത്താം. ശ്രീ വി വി രാജേഷ്, ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് വി വി രാജേഷ്, ഞാൻ മൂന്നാമത് ഒരു കാര്യം കൂടി ഞാൻ എടുത്തിടുകയാണ്. നേരത്തെ കർണാടകത്തിലെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഹരിയാനയിൽ വീണ്ടും ഒരു കൊലപാതകം കൂടി ഉണ്ടായിരിക്കുന്നു. അത് ആത്മഹത്യ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അത് മുൻകൂട്ടി കണ്ട് ഖട്ടാർ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട് വീണ്ടും ഇത്തരം ചെറിയ സംഭവങ്ങൾ എന്ന് മോഹൻ ഭാഗവതൊക്കെ പറയുന്ന സംഭവങ്ങൾ വീണ്ടും ഹരിയാനയിലൊക്കെ ഉണ്ടാകുന്നു? ഞാൻ ഒന്ന് പറഞ്ഞിട്ട്, നമ്മുടെ എം പി രാജേഷിന് അന്ധമായ BJP വിരോധം കൊണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. മുൻപ് ഇങ്ങനെയൊന്നുമുള്ള പ്രശ്നം രാജേഷിന് ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ BJP വിരോധം അമിതമായപ്പോഴേക്ക് രാജേഷിൻ്റെ സംസാരത്തിലും ശൈലിയിലും വിലയിരുത്തലിലുമൊക്കെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. രാജേഷ് ഈ ഇന്ത്യയിലുള്ള എല്ലാ നക്സലൈറ്റ് സംഘടനകളെയും എല്ലാ തീവ്രവാദ സംഘടനയും ഞങ്ങൾ എന്തിനാണ് മുകളിൽ കൊണ്ടുവച്ച് കെട്ടുന്നത്? അല്ലല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. രാജേഷ്, ഈ ഹിന്ദു തീവ്രവാദം എന്നുള്ളൊരു 10 വാക്ക് രാജേഷ് കടുപ്പിച്ചു എന്ന് വെച്ചിട്ട് ഇതൊക്കെ ഞങ്ങളുടെ സംഘടനയാകുമോ? BJPക്കും RSSനും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഞങ്ങളുടെ ഔദ്യോഗിക ഓരോ മേഖലയും ABVP ഞങ്ങളുടെ സംഘടനയാണ്. അതോടൊപ്പം തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് ഞങ്ങളുടെ സംഘടനയാണ്, BMS ഞങ്ങളുടെ സംഘടനയാണ്, RSS ഞങ്ങളുടെ സംഘടനയാണ്, യുവമോർച്ച ഞങ്ങളുടെ സംഘടനയാണ്, അതുപോലെ തന്നെ NGO സംഘം ഞങ്ങളുടെ സംഘടനയാണ്. ഇതുപോലുള്ള ക്ഷേത്ര സംരക്ഷണ സമിതി ഞങ്ങളുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ടതാണ്, ബാലഗോകുലം ഞങ്ങളുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട സംഘടനകളാണ്, അതോടൊപ്പം തന്നെ ഭാരതീയ വിചാര കേന്ദ്രം, ഇതുപോലുള്ള ഞങ്ങളുടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനകൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ നിങ്ങൾ ചോദിച്ചു. അത് മാത്രമല്ലല്ലോ ശ്രീ വി വി രാജേഷ്, നിങ്ങൾക്ക് നേരിട്ട് നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുന്ന, നിങ്ങൾ തന്നെ അംഗങ്ങളായിട്ടുള്ള, നിങ്ങൾ ബാലപാഠങ്ങളിൽ പഠിച്ച സംഘടനകൾ മാത്രമേ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങളുടെ നയങ്ങൾ മൂലം കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ചില തീവ്രവാദ പ്രവർത്തനങ്ങൾ രാജേഷ് ചൂണ്ടിക്കാട്ടുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നിയന്ത്രിക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യില്ല. നിങ്ങൾ പ്രസ്താവനകൾ പോലും ഇറക്കില്ല. VK സിംഗ് ഒരു പ്രസ്താവന നടത്തിയാൽ അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് നിങ്ങൾ മാതൃക കാണിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെയാണ് മറ്റ് നിങ്ങൾക്ക് നേരിട്ട് നിയന്ത്രണം ഇല്ല എന്ന് നിങ്ങൾ പറയുന്ന, എന്നാൽ നേരത്തെ രാജേഷ് ചൂണ്ടിക്കാട്ടിയ സംഘടനകൾ തലപൊക്കുന്നത്. ഇന്നിതാ ഈ യുവ ദളിത് എഴുത്തുകാരന് പ്രശ്നമുണ്ടായത്, ഹരിയാനയിൽ കൊലപാതകങ്ങൾ നടക്കുന്നത്. നിങ്ങൾക്ക് അവരെ ഒന്നും നോക്കാൻ പറ്റില്ല, അതൊക്കെ വേറെ ആരെങ്കിലും ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ലാൽ ഏത് ലോകത്ത് ഇല്ല, ദൈവം എന്നോട് ലാൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതായത് ഏത് ലോകത്തിരുന്ന കാര്യങ്ങൾ പറയുന്നത്? ഞങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ, CPMന് INTUC നിയന്ത്രിക്കാൻ സാധിക്കുമോ? CPMന് AITUC നിയന്ത്രിക്കാൻ സാധിക്കുമോ? ലാൽ BJP ഇവിടെ INTUCയും AITUCയും അല്ലെങ്കിൽ SFIയും മറ്റുള്ള സംഘടനകളും ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല ഈ ദളിത് യുവാവിനെതിരായിട്ടും ഹരിയാനയിലെ ദളിതർക്കെതിരായിട്ടും ഈ സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ CPMന് അവരുടെ യുവജന സംഘടനകൾ അത് ചെയ്താൽ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ അന്ന് ജനങ്ങൾ ചോദിക്കും, മാധ്യമങ്ങൾ ചോദിക്കും, ഇപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത് പോലെ. ആവേശം കൊള്ളാതെ എനിക്ക് പറയാൻ സമയം എന്താ, എനിക്ക് സ്വസ്ഥമായി പ്രേക്ഷകർ കേൾക്കാൻ സമയം. പക്ഷേ വി വി രാജേഷ്, നിങ്ങളുടെ താരതമ്യം ശരിയാകുന്നില്ല. എന്റെ താരതമ്യം ശരിയാണ്, താങ്കൾ വളച്ചൊടിച്ചതാണ്. ഞങ്ങളുമായി ഒരു ബന്ധമില്ലാത്ത സംഘടന, ആ സംഘടനകൾ അതിക്രമം കാണിച്ചാൽ അത് നിയന്ത്രിക്കാനായിട്ട് ഞങ്ങൾക്ക് അധികാരമില്ല. അത് നിയന്ത്രിക്കേണ്ടത് അതാത് സ്ഥലങ്ങളിലെ പോലീസാണ്. രാജേഷ് ഒന്ന് ഇടപെടൂ. അല്ലല്ല, ഒറ്റ കാര്യം ചോദിക്കട്ടെ. എന്താണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം, RSS നിയന്ത്രിക്കുന്ന ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഇങ്ങനെ ഈ സംഘടനകൾ വ്യാപകമായിട്ട് അതിക്രമം കാണിക്കുന്നത്? എവിടുന്നാണ് അതിന് ധൈര്യം കിട്ടുന്നത്? അപ്പോൾ ഇതാണ് ഫാസിസ്റ്റ് രീതി എന്ന് പറഞ്ഞാൽ. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് കുറെ സംഘടനകളുണ്ട്, എന്നാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യും. മഹാത്മാഗാന്ധിയുടെ വധത്തിന്റെ കാര്യത്തിലും ഇങ്ങനെയാണ് ഉണ്ടായത്. നാഥുറാം ഗോഡ്സെ RSSകാരനായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അതിനുശേഷം അദ്ദേഹം ഗോപാൽ ഗോഡ്സെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കോടതിയിൽ ബോധപൂർവം നാഥുറാം വിനായക് ഗോഡ്സെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് RSSുമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല. അതിനുശേഷം 93 ഇന്റർവ്യൂവിൽ ഗോപാൽ ഗോഡ്സെ പറഞ്ഞിട്ടുണ്ട് RSS തന്നെയായിരുന്നു എന്നുള്ളത്. ഗോപാൽ ഗോഡ്സെ അദ്ദേഹത്തിന്റെ സഹോദരനും ഗാന്ധി വധക്കേസിലെ മറ്റൊരു പ്രതിയുമായിട്ടുള്ള ഗോപാൽ ഗോഡ്സെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് RSSന്റെ ഫാസിസ്റ്റ് രീതി എന്ന് പറഞ്ഞാൽ. അവർ ഇങ്ങനെ ചെയ്യുന്നതിന്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും, എന്നാൽ ഇതിനെയെല്ലാം സംരക്ഷിക്കും. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJP RSS നേതൃത്വം ആരും ഈ സംഭവങ്ങളെ ഒന്നും ഇതുവരെ അതിക്രമിച്ചിട്ടില്ലല്ലോ? കൽബുർഗിയുടെ വധത്തെ അപലപിച്ചിട്ടില്ലല്ലോ, ദാബോൽക്കറുടെയും ഗോവിന്ദ് പൻസാരയുടെയും വധത്തെ അപലപിച്ചിട്ടില്ലല്ലോ. ഈ അതിക്രമങ്ങളെ മുഴുവൻ ന്യായീകരിക്കുകയല്ലേ ചെയ്യുന്നത്? പട്ടിയെ ആരെങ്കിലും എറിഞ്ഞാൽ
അതിൽ സർക്കാർ ഉത്തരവാദിയല്ല എന്ന തരത്തിലുള്ള ഹൃദയശൂന്യമായിട്ടുള്ള പ്രസ്താവനകൾ കൊണ്ട് ഇതിനെ ന്യായീകരിക്കുന്നത് ശ്രീ എം പി രാജേഷ്, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മേഖലകളിലേക്ക് പോകാനുണ്ട്. താങ്കൾ ഒരു അല്പം വ്യക്തിപരമായ ചില തിരക്കുകളിലാണെന്ന് എനിക്കറിയാം. എന്നാലും തത്സമയം ഒന്ന് രണ്ട് ഘട്ടങ്ങൾ കൂടി താങ്കൾ ഇതിൽ തന്നെ തുടരണം. ഞാനത് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ പ്രൊഫസർ എം എൻ കാരശ്ശേരി, ഇപ്പോൾ ഇന്ന് BJP നേതാവ്, സംസ്ഥാന BJP നേതാവ് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് ദേശീയ BJP നേതാക്കളൊന്നും ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പൊതു പ്രസ്താവനകളൊന്നും നടത്തിക്കണ്ടില്ല. പക്ഷേ സംസ്ഥാന BJP നേതാവ് എന്താണ് പറഞ്ഞത്? ശ്രീ വി മുരളീധരൻ പറഞ്ഞത് എഴുത്തുകാർക്ക് സ്ഥാനങ്ങൾ കിട്ടാത്തത് കൊണ്ടുള്ള പ്രതിഷേധമാണ് എന്നാണ്. ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ കിട്ടാത്തത് കൊണ്ടുള്ള പ്രതിഷേധമാണോ ഡൽഹിയിൽ പോയി ഈ എഴുത്തുകാർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് BJPക്ക് അത് മനസ്സിലാകാത്തത്? അല്ല, വി മുരളീധരൻ അങ്ങനെ പറയുകയാണെങ്കിൽ അതിൻ്റെ തെളിവ് അദ്ദേഹം പുറത്തുവിടണം. ഇന്ന ആള് ഇന്ന സ്ഥാനം മോഹിച്ചു ഞങ്ങളെ സമീപിച്ചു, ഞങ്ങളത് കൊടുത്തില്ല, അതിൻ്റെ വിരോധമാണെന്ന് പറയണം. ഇപ്പോൾ അവർ നേരത്തെ പറഞ്ഞിരുന്നത് ഇവരൊക്കെ CPMൻ്റെ ദാസന്മാരാണെന്നാണ്. പിന്നെ അവരെങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത്? പുരസ്കാരം തിരിച്ചു കൊടുത്തിട്ടാണോ, അംഗത്വം രാജിവെച്ചിട്ടാണോ എന്നൊക്കെ അവരല്ലേ തീരുമാനിക്കുക. അത് ഇന്ന മട്ടിലെ എഴുത്തുകാർ പ്രതിരോധിക്കാവൂ, ഇന്ന മട്ടിലെ പ്രതിഷേധിക്കാവൂ എന്ന് ഇവിടുത്തെ BJPക്കാരോ അവരുടെ സേവക്കാരാണ് എന്ന് നമ്മൾ പറയുന്ന മറ്റെഴുത്തുകാരോ പറയുന്നതനുസരിച്ച് പ്രതിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ആ പ്രതിഷേധത്തിനും പ്രതിരോധത്തിനും സമ്മർദ്ദത്തിനും വൈകിയാണെങ്കിലും ചെറുതാണെങ്കിലും ഒരു ഫലമുണ്ടായി എന്ന് കണ്ടു കേന്ദ്ര സാഹിത്യ അക്കാദമി. ഇപ്പോൾ അവരുടെ അനങ്ങാപ്പാറ നയത്തിൽ നിന്ന് പിറകോട്ട് പോണ്ടി വന്നു. ഇതാണ് എഴുത്തുകാരൻ്റെ സമ്മർദ്ദം എന്ന് പറയുന്നത്. പിന്നെ VV രാജേഷ് പറഞ്ഞൊരു കാര്യത്തിന് എനിക്ക് മറുപടി പറയേണ്ടതുണ്ട്. എന്താണെന്ന് വിചാരിച്ചാൽ, ഇത് ഉത്തർപ്രദേശിൽ ഭരിക്കുന്നത് BJP അല്ല, കർണാടകം ഭരിക്കുന്നത് BJP അല്ല, കാശ്മീർ ഭരിക്കുന്നത് BJP അല്ല. ഇവിടെയൊക്കെ എഴുത്തുകാരുടെ നേരെയോ മറ്റുള്ളവരുടെ നേരെയോ നടക്കുന്ന അസഹിഷ്ണുതയ്ക്ക് ഞങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹരിയാന മുഖ്യമന്ത്രി ഖട്ടാർ BJPക്കാരനാണല്ലോ. സാക്ഷി മഹാരാജ് BJP MP ആണല്ലോ. സാധ്വി പ്രാജി BJP MP ആണല്ലോ. BJP നേതാക്കന്മാരെ, ഈ നേതാക്കന്മാരെയൊക്കെ വിളിച്ചിട്ട് BJPയുടെ ദേശീയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അമിത്ഷാ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇവരെ താക്കീത് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്? ഇപ്പോൾ തീർച്ചയായിട്ടും കർണാടകത്തിൽ കൽബുർഗിയുടെ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം സീതാരാമയ്യക്കാണ്. പക്ഷേ ആ കേസ് നടക്കുമ്പോൾ, കൊലപാതകം നടന്ന ഉടനെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വന്നത് ഹിന്ദുത്വ തീവ്രവാദ സംഘടനയുടെ ആളുകളാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് KS ഭഗവാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുത്വ തീവ്രവാദ സംഘടനകളാണ്. അപ്പം ഇതിലൊക്കെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് പങ്കുണ്ട് എന്ന് പറയുന്നത് നമ്മളാരും അല്ല, അവർ തന്നെയാണ്. അതായത് മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം ഇത് എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ കൂടുതൽ പ്രത്യേകത ഉണ്ടാകുന്നത്? എഴുത്തുകാർ ഒരുപക്ഷെ ഓർഗനൈസർ എന്ന ഓർഗനൈസറിൽ, RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ വന്നത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. സെലക്റ്റീവ് അമിനേഷ്യ എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് ആണ് അവർ പ്രതിരോധത്തിലൂടെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഈ രീതിയിൽ സെലക്റ്റീവ് അമ്നീഷ്യയും ഈ പഴയ കാലഘട്ടത്തിൽ ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് വിശദീകരിക്കുക? അല്ല, അത് രാജേഷ് എന്നാൾ വേറെ ഒരു ചാനലിൽ എന്നോട് ചോദിച്ചു, ജോസഫിൻ്റെ കൈവെട്ടിയപ്പോൾ ഒന്നും കണ്ടില്ലല്ലോ. ജോസഫിൻ്റെ കൈവെട്ടിയതിൻ്റെ പിറ്റേന്ന് കോഴിക്കോട്ട് ഞങ്ങൾ മതേതര സമാജത്തിൻ്റെ പേരിൽ സംഘടിച്ചിട്ട് കേരളത്തിൻ്റെ ലജ്ജാപ്രകടനം നടത്തി. അനവധി ലേഖനങ്ങളിലും പ്രസംഗങ്ങളിലും ചാനൽ ചർച്ചകളും ജോസഫിൻ്റെ കൈവെട്ടിയതിനെതിരായിട്ട് പ്രതിഷേധിച്ച ഒരാളാണ് ഞാൻ. എന്നെപ്പോലെ എത്രയോ ആളുകളുണ്ട്. 93-ലാണ് ചേകനൂരിനെ ശ്വാസം മുട്ടിച്ച് കൊന്നത്. അതിനെതിരായിട്ട് 19 കൊല്ലം ഞങ്ങൾ സമരം നടത്തി, ഞങ്ങൾ കേസ് നടത്തി. ആ കേസിലെ സാക്ഷികൾ കൂറുമാറിയുകൊണ്ട് എല്ലാ ആളുകളും ശിക്ഷിക്കാൻ പറ്റിയില്ല. അപ്പം ചേകനൂരിനെ കൊന്നതും കൽബുർഗിയെ കൊന്നതും ഒരേ മട്ടിലാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട്. അവർക്ക് സെലക്റ്റീവ് അമ്നേഷ്യയോ തെരഞ്ഞെടുത്ത മറവിയോ ഒന്നുമില്ല. എല്ലാവരും അങ്ങനെയാണ് എന്ന് കൊട്ടത്താപ്പിന് അളക്കരുത്. ജോസഫിൻ്റെ കൈവെട്ടിയതിനെതിരായിട്ട് നിരന്തരം സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. ചേകനൂർ വധത്തിനെതിരായിട്ട് 22 കൊല്ലമായി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ തരത്തിൽ ഇവിടെ ഏതെങ്കിലും എഴുത്തുകാർ അങ്ങനെ ഉണ്ടാവാം, എല്ലാ എഴുത്തുകാരും അങ്ങനെയാണ് എന്ന് വെക്കരുത്. തിരിച്ചു വരാം. ശ്രീ കവി രാവുണ്ണി മാഷ്, ഇവിടെ ഇപ്പോൾ എഴുത്തുകാർക്കിടയിൽ തന്നെ
ഒരു പ്രത്യേകതകൾ കണ്ടുവരുന്നുണ്ട്. ഒരുപക്ഷെ വി വി രാജേഷിനെ പോലുള്ളവർക്കും വി മുരളീധരനെ പോലുള്ളവർക്കും അവരുടെ പ്രസ്താവനകൾക്ക് ശക്തി കിട്ടുന്നത് അതുകൊണ്ടാണ്. അക്കാദമിയിൽ തന്നെ അംഗമായിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ള ശ്രീ സി രാധാകൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അക്കാദമിയിൽ നിന്ന് രാജിവെക്കുന്നത് പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ്. പ്രശ്നങ്ങൾക്ക് കാരണം അക്കാദമിയിലെ വിഭാഗീയതയാണ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് മാനുഷാദ എന്ന് പറയേണ്ട ചുമതല മാത്രമാണ് അക്കാദമിക്കുള്ളത്. അവാർഡ് തിരിച്ചു നൽകുന്നത് ആഭാസം എന്ന് എഴുത്തുകാർക്കിടയിൽ നിന്ന് തന്നെ വരുന്ന പ്രതിഷേധങ്ങൾ, മറു സ്വരങ്ങളുണ്ട്. അത് ഏത് രീതിയിലാണ് ഈ ഘട്ടത്തിൽ വായിച്ചെടുക്കേണ്ടത്? ഇവിടെ സമയം കൊടുക്കണമോ എന്നൊക്കെ അദ്ദേഹം തന്നെ തീരുമാനിക്കണം. കാരശ്ശേരി മാഷിലേക്ക് തിരിച്ചു വരാം. കവി രാവുണ്ണിയോടാണ് എന്റെ ചോദ്യം. ആളുകളെ നിന്ദിക്കുന്നത് വലിയ കഷ്ടമാണ്. ഇവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നത്, എഴുത്തുകാർ തുരുതുര കൊല്ലപ്പെടുമ്പോൾ ഭരണകൂടം, സർക്കാർ എന്നിവർ നിശബ്ദരായി നിഷ്ക്രിയമായി നിൽക്കുകയാണ്. അങ്ങനെ സാഹിത്യകാരന്മാർ തുരുതുര കൊല്ലപ്പെടുന്ന സമയത്ത് ഒരു പ്രതിഷേധ ശബ്ദം പോലും പുറപ്പെടുവിക്കാത്ത അക്കാദമി എന്നുള്ളത് അക്കാദമി അല്ല, അത് വെറും കെട്ടിടം മാത്രമാണ്. ഇവിടെ സംഭവിക്കുമ്പോൾ ഈ അക്കാദമികൾ തരുന്ന പുരസ്കാരങ്ങൾ എഴുത്തുകാരുടെ കയ്യിലിരുന്ന് പൊള്ളുകയാണ്. അവരുടെ വീടുകളിൽ ഇവിടെ എഴുത്തുകാർ തുരുതുര കൊല്ലപ്പെടുന്ന സമയത്ത് നടപടിയെടുക്കാത്ത സർക്കാർ നൽകിയ പുരസ്കാരങ്ങൾ എഴുത്തുകാർക്ക് അപമാനമായി മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ ബി ജെ പി നേതാക്കൾ പറയുന്നത് ശരിയല്ല. എഴുത്തുകാർ പദവി കിട്ടാത്തതുകൊണ്ട് കിട്ടിയ പദവികൾ ഉപേക്ഷിക്കുകയാണ്, കിട്ടിയ സമ്മാനങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണ്. എഴുത്തുകാർ ഒരു വംശം എന്ന നിലയ്ക്ക് ചെറുക്കുകയാണ്, പ്രതിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിലനിൽക്കാനും കൂട്ടായി പ്രവർത്തിക്കാനും സർഗാവിഷ്കാരം നടത്താനും വേണ്ടിയുള്ള എഴുത്തുകാരുടെ അവകാശത്തിന് വേണ്ടിയുള്ള സമരത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ എഴുതിയതിൻ്റെ പേരിലാണ് എഴുത്തുകാർ കൊല്ലപ്പെടുന്നത്. നിറതോക്കുമായി എഴുത്തുകാരുടെ വീട്ടിലേക്ക് ഗുണ്ടകൾ, കൊലയാളികൾ കടന്നു വരികയാണ്. മുമ്പ് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസാണ്, സർക്കാർ ആണ് എഴുത്തുകാരെ പിടിച്ചുകൊണ്ട് പോയതെങ്കിൽ ഇന്ന് സായുധ ഗുണ്ടാ സംഘങ്ങളാണ്, മത പോലീസാണ്, മുത്തപ്പന്മാരാണ് ഇന്ന് എഴുത്തുകാരൻ്റെ വീട്ടിലേക്ക് വരുന്നത്. എഴുത്തുകാരൻ്റെ വീട് വളയുന്നു, എഴുത്തുകാരൻ്റെ വീട്ടിലേക്ക് തോക്കുമായി കൊലയാളികൾ കടന്നു വരുന്നു. ഈ അവസ്ഥയിൽ ഭരണകൂടം, സർക്കാർ, എഴുത്തുകാർക്ക് മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണോ എഴുത്തുകാർ കൂടുതൽ ഇത്തരം ശക്തമായ പ്രതിഷേധത്തിലേക്കൊക്കെ വരുന്നത്? ഇന്നിതാ വളരെ വിജയം കണ്ടിരിക്കുന്നു. എഴുത്തുകാരുടെ പ്രതിഷേധം വളരെ ശക്തിയായി തന്നെ വന്നിരിക്കുന്നു. അവർക്ക് ഒരു പ്രശ്നമുണ്ടായപ്പോൾ, അവരുടെ ജീവന് ഒരു വലിയ പ്രശ്നമുണ്ടായപ്പോൾ അവർ ഇത്രമാത്രം ശക്തിയായി അവരുടെ തൂലിക പടവാളാക്കി പൊരുതിയിരുന്നവർ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ഇവിടെ കാണിച്ചു തന്നു. ഇതാ ഡൽഹിയിൽ കാണിച്ചു തന്നു, അതിന് ഫലം കാണുകയും ചെയ്തു. പക്ഷെ മറ്റുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ, വേറെ പല നടപടികളും രാജ്യത്ത് നടക്കുന്നുണ്ടല്ലോ. ഹരിയാനയിലെ കൂട്ടക്കൊലയും ഒരുപക്ഷെ ഇന്നുണ്ടായ മരണവും ഒക്കെ ഉണ്ടല്ലോ. ഈ കാര്യങ്ങളുമൊക്കെ എഴുത്തുകാർ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? അതും കൂടി ഈ ഘട്ടത്തിൽ ഒരുമിച്ച് ചേർത്ത് പറഞ്ഞു പോകേണ്ടത് തന്നെയല്ലേ എഴുത്തുകാർ? തീർച്ചയായും എഴുത്തുകാരുടെ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ എഴുത്തുകാർ നേരിടുന്ന ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് വാസ്തവത്തിൽ സാമൂഹ്യ പ്രശ്നങ്ങളിൽ എഴുത്തുകാർ ഇടപെടാൻ തുടങ്ങിയപ്പോഴാണ്. എഴുത്തുകാർ മറച്ചു വെക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നു, വേദേതിഹാസങ്ങളെയും പുരാണങ്ങളെയും പുതിയ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നു, സാമൂഹ്യമായ സംഭവങ്ങളിൽ ഇടപെടുന്നു. ഇത്തരം സംഭവങ്ങളെ തുടർന്നാണ് എഴുത്തുകാർ ആക്രമിക്കപ്പെടുന്നത്. വാസ്തവത്തിൽ എഴുത്തുകാർക്ക് പ്രശ്നം ഉണ്ടായപ്പോഴല്ല, എഴുത്തുകാർ വളരെ സജീവമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ ഓരോ സംഭവങ്ങളും പ്രതികരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ സംഭവം ആയാലും ചേകനൂർ മൗലവിയുടെ വിഷയം ആയാലും അത്തരം വിഷയങ്ങളിലെല്ലാം നമ്മുടെ എഴുത്തുകാർ വളരെ സജീവമായ വളരെ ഉറച്ച നിലപാട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. എഴുത്തുകാർ നിശബ്ദരാകുന്നില്ല എന്നുള്ളതാണ്. എഴുത്തുകാരെ നിശബ്ദരാക്കാനും എഴുത്തുകാരുടെ നീതിക്ക് വേണ്ടിയുള്ള മുറവിളിയെ ഇല്ലായ്മ ചെയ്യാനും മറച്ചു വെക്കാനും വേണ്ടിയാണ് ഭരണകൂടത്തിന് പിരിമ്പലത്തോടു കൂടി ഈ നരവേട്ട നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്കൾ മറുപടി പറയേണ്ട കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ശ്രീ എം പി രാജേഷ് തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എങ്ങനെയാണ് പഴയ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ചില ശക്തികൾക്ക് കൂടുതൽ ധൈര്യം വരുന്നത് എന്നുള്ളത്? എവിടെയാണ് ബി ജെ പി സർക്കാരും അപലപിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ അപലപിച്ചിട്ടുള്ളത്? അതിനുള്ള ഉദാഹരണങ്ങൾ ഇല്ലല്ലോ. ഇതൊക്കെ ചെറിയ സംഭവങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അതിനെ തള്ളി രാജ്യത്തിൻ്റെ യശസ് ലോകത്തിന് മുമ്പിൽ കാണിക്കാനുള്ള വലിയ ഓട്ടത്തിലേക്കല്ലേ പോകുന്നത്?
ലാലിപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് സംഭവം അല്ല, എം പി രാജേഷ് പറഞ്ഞതൊക്കെ അർത്ഥമില്ലാത്ത ഉണ്ടയില്ലാത്ത വെടികളാണ്. അതിലൊന്നും എല്ലാത്തിനും ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. മറ്റൊന്ന്, ഇവിടെ നേരത്തെ ചേകന്നൂർ മൗലവിയുടെ തിരോധാനത്തെക്കുറിച്ച്, കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞു, TJ ജോസഫിൻ്റെ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു. ഇതൊന്നും BJP കേന്ദ്രം ഭരിച്ചപ്പോഴല്ലോ. എം പി രാജേഷ് പറഞ്ഞ ആ കാര്യത്തിൽ അർത്ഥമില്ല എന്ന് വി രാജേഷ് പറഞ്ഞത് അല്ല, ഏതാണ്? ഞാനൊരു കാര്യം രാജേഷ് നിങ്ങൾ ഈ പറഞ്ഞ പഴയ ആ ശക്തികൾക്ക് ധൈര്യം ഈ കാലഘട്ടത്തിലാണ് കിട്ടുന്നത് എന്നുള്ളത് എം പി രാജേഷ് ചൂണ്ടിക്കാട്ടിയതാണ്. എന്തുകൊണ്ട് ആ ധൈര്യം കിട്ടുന്നു, അപലപിക്കാത്തത് എന്തുകൊണ്ട് എന്നതിനൊരു അതൊരു ചോദ്യമല്ലേ? അല്ല, ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കുള്ള ഇതുപോലുള്ള വിഘടനവാദ ശക്തികൾക്ക് എവിടെ നിന്ന് ധൈര്യം കിട്ടുമെന്നുള്ള അന്വേഷിക്കേണ്ടതാണ്. അത് ആരന്വേഷിക്കണം? ലാൽ, നമ്മൾ ആവശ്യമില്ലാതെ ആവേശം കൊള്ളേണ്ട, അത് അന്വേഷിക്കേണ്ടത് ഈ സംഭവങ്ങൾ. ആവേശമില്ല ശ്രീ വി രാജേഷ്, ശബ്ദത്തിന്റെ മാത്രം പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, വി രാജേഷ് പതിവുള്ള ആവേശം ഇന്ന് കാണിക്കുന്നില്ല, കാരണം പ്രതിരോധത്തിലാണ്. ഒരു പ്രതിരോധത്തിലും അല്ല. എനിക്ക് എന്നെ പ്രകോപിപ്പിക്കാൻ നോക്കണ്ട. ഇത് സംഭവങ്ങൾ നടന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ അന്വേഷിക്കണം. ഇപ്പോൾ കൽബുർഗി, എനിക്ക് ബഹുമാനപ്പെട്ട കവി രാവണി മാഷിനോടും നമ്മുടെ കാരശ്ശേരി മാഷിനോടും എനിക്ക് പറയാനുള്ളത്, എഴുത്തുകാരോട് എന്നും സമൂഹത്തിന് ബഹുമാനമുണ്ട്. ഞങ്ങൾക്കൊക്കെ അറിവ് പകർന്നു തരുന്നവരാണ്, ഞങ്ങൾക്ക് ആരാധനയുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. P. വത്സല എന്ത് ശക്തമായിട്ട് പറഞ്ഞു, ഇടതുപക്ഷം ആയിക്കോട്ടെ, ഇപ്പം നാട്ടിലാർക്കും ഇടതുപക്ഷം ആവാൻ പാടില്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഇടതുപക്ഷക്കാരായുള്ള എഴുത്തുകാരുണ്ട്, BJP സഹയാത്രികരായ എഴുത്തുകാരുണ്ട്, കോൺഗ്രസിൻ്റെ പുറകെ നടക്കുന്ന എഴുത്തുകാരുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് ചിന്താഗതിക്കാരായ എഴുത്തുകാരുണ്ട്. എഴുത്തുകാരൊക്കെ എല്ലാ തരത്തിലും വേണം, വ്യത്യസ്ത അഭിപ്രായം വേണം. പക്ഷേ എഴുത്തുകാരുടെ രാഷ്ട്രീയ നിറം മാത്രം നോക്കി കാര്യങ്ങൾ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ചില അവിടെയാണ് കാരശ്ശേരി മാഷ് ചോദിച്ചൊരു ചോദ്യം വരുന്നത്. ഇപ്പൊ വി മുരളീധരൻ പറഞ്ഞത് പുരസ്കാരങ്ങളും സ്ഥാനമാനങ്ങളും കിട്ടാനാണ് ഈ എഴുത്തുകാർ ഇങ്ങനെയൊക്കെ പ്രതിഷേധിക്കുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഉദാഹരണം പറയൂ. ഏത് എഴുത്തുകാരൻ ഏത് പുരസ്കാരം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ മാറി? നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായില്ലാത്ത വേടി നിങ്ങൾക്ക് വയ്ക്കാമോ? ലാൽ 8:45 ചോദിച്ചുകൊണ്ടിരുന്നു, ഞാൻ മറുപടി പറയുന്നില്ല. കാരണം നിങ്ങൾ 4 പേരും കൂടി ഒരു 10-20 മിനിറ്റ് സംസാരിച്ച ശേഷം ഞാൻ അതിന് മറുപടി. ഞാൻ അങ്ങനെ പറയരുത് ശ്രീ വി രാജേഷ്. ഇന്നലെ 3 സംഘപരിവാർ അതിഥികളാണ് ഉണ്ടായിരുന്നത്, ഒപ്പം MP രാജേഷ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് നേരെ തിരിച്ചത് കാലഘട്ടം ഇങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കും. അല്ല, എനിക്ക് 3 അല്ല 30 വരെ വിളിച്ചിരുത്തിയാൽ ഞാൻ പറയാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് താങ്കൾ സമയം തരണം. ഉത്തരം പറഞ്ഞാൽ ഞാൻ ഇടവേളയിലേക്ക്. അല്ലല്ല, ഞാൻ രാവണി മാഷ് പറഞ്ഞ ഞാൻ ആദ്യം മറുപടി പറഞ്ഞിട്ട് താങ്കളുടെ ചോദ്യത്തിന് സമയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരാം. രാവണി മാഷിനോട് എനിക്ക് ബഹുമാന പ്രസരം പറയാനുള്ള, എഴുത്തുകാരോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, എഴുത്തുകാരോട് ആരാധന. പക്ഷേ എഴുത്തുകാരുടെ ആ രീതിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തണം. എഴുത്തും കവലപ്രസംഗവും രണ്ടാണ്. ഇവിടെ രാവണി മാഷും കാരശ്ശേരി മാഷും ഉൾപ്പെടുന്ന ആൾക്കാർ എന്നോട് പ്രേക്ഷകരോട് ചോദിച്ച ഈ ചോദ്യങ്ങൾ കർണാടകത്തിൽ കൽബുർഗി കൊല്ലപ്പെട്ട സംസ്ഥാനത്തിലെ ആഭ്യന്തര ഉപമന്ത്രിയോടോ മുഖ്യമന്ത്രിയോടോ എന്തുകൊണ്ടൊരു കത്തെഴുതി ചോദിച്ചില്ല? അങ്ങയുടെ കേന്ദ്ര സർക്കാരാണ് അവിടെ ഉള്ളത്. കർണാടകത്തിൽ തുടർച്ചയായി ഇത്തരം കൽബുർഗി മരിക്കുന്നു. ഇതാ ഇപ്പോ ഈ യുവ ദളിത് എഴുത്തുകാരന് പ്രശ്നമുണ്ടാകുന്നെങ്കിൽ അവിടുത്തെ സംസ്ഥാനത്തെ ഭരണ സംവിധാനം തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആർട്ടിക്കിൾ 356 പ്രയോഗിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. കാരണം നിങ്ങൾ പറയുന്ന, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത, നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ ധൈര്യമുള്ള ചില ശക്തികളാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ലാൽ നിഷ്പക്ഷനായ ഒരു ആങ്കർ എന്നുള്ള നിന്ന് മാറിക്കൊണ്ട് ഒരു BJP വിരോധിയായ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് മാറില്ല. BJP വിരോധിയല്ല. ഇത്തരം കൊലപാതകങ്ങൾക്കും ഇത്തരം സ്വാതന്ത്ര്യത്തെ എതിർക്കുന്ന, ഹനിക്കുന്ന ശക്തികൾക്കും എതിരെയാണ്. എനിക്ക് ബുദ്ധിമുട്ടാണ്, സോറി, എനിക്ക് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. താങ്കൾ എനിക്ക് മറുപടി പറയാൻ സമയം തരാതെ താങ്കൾ ആവശ്യമില്ലാതെ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് വരുമ്പോഴേക്കും താങ്കൾ എന്തിനാണ് ഇടപെടുന്നത്? താങ്കൾ ഇടപെടില്ല എന്ന് ഉറപ്പ്, ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നവരെ താങ്കൾ ഇടപെടില്ല എന്ന് ഉറപ്പ് ഞാൻ സംസാരിക്കാം. അല്ലെങ്കിൽ താങ്കൾ എന്നെ ചോദിച്ചോണ്ട് അല്ല, എനിക്ക് രാവണി മാഷൊക്കെ പറഞ്ഞപ്പോഴേക്കും താങ്കൾ 1 ഇഞ്ച് പോലും ഇടപെട്ടില്ലല്ലോ. എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എങ്കിൽ, അല്ല താങ്കൾക്ക് അസഹിഷ്ണുതയാണ്, ഞാൻ വെറുതെ ഇരിക്കും, ഞാൻ കേട്ടോണ്ടിരിക്കാം. താങ്കൾ ചോദിച്ചോളൂ, എന്നാൽ താങ്കൾ ഇടപെടരുത്. ഞാൻ പറഞ്ഞു തീർക്കുന്നവരെ താങ്കൾ ഇടപെടരുത്. രാവണി മാഷും കാരശ്ശേരി മാഷും ഉൾപ്പെടുന്ന ആൾക്കാർ കർണാടകത്തിലെ മുഖ്യമന്ത്രിയോട് 1 പ്രാവശ്യം പോലും ഒരു കത്തെഴുതി ചോദിച്ചിട്ടില്ല, നിങ്ങൾ അതിലെ പ്രതികളെ പിടിച്ചില്ല എന്ന്. ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഹരിയാനയിൽ നടന്നു. ഉടൻ തന്നെ സംസ്ഥാന ഗവൺമെൻറ് അന്വേഷണം ആരംഭിച്ചു. 4 പ്രതികളെ പിടിച്ചു, CBIക്ക് വിട്ടു. അടുത്ത 4 പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് മുൻപോട്ട് പോകുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവം. എന്നാൽ കൽബുർഗി കൊല്ലപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും കവലപ്രസംഗങ്ങൾ നടത്തിയും ചാനൽ ചർച്ച നടത്തിയും ജനഹൃദയങ്ങളിൽ കൂടുതൽ BJP വിരോധം കുത്തിവയ്ക്കുന്നതിലപ്പുറം കർണാടകത്തിലേക്ക് പോയി, അല്ലെങ്കിൽ കർണാടക മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതിക്കൊണ്ട്, അല്ലെങ്കിൽ AICC പ്രസിഡന്റ് ഒരു കത്തെഴുതിക്കൊണ്ട് കർണാടകത്തിൽ എഴുത്തുകാർ പീഡിപ്പിക്കപ്പെടുന്നു, കോൺഗ്രസിൻ്റെ ഭരണത്തിൽ എഴുത്തുകാർ പീഡിപ്പിക്കപ്പെടുന്നു, അതിലെ പ്രതികളെ 3 മാസമായിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിക്കാൻ വേണ്ടി ഇന്ത്യയിലെ, പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു എഴുത്തുകാർക്കും ഇതുവരെയും സമയം കിട്ടിയില്ലല്ലോ. അപ്പോൾ എഴുത്തും കവലപ്രസംഗവും രണ്ടാണ്. ഇവിടെ ചാനലുകളിൽ രാത്രി വന്നിരുന്ന്, അല്ലെങ്കിൽ മലയാള മാധ്യമങ്ങളിലൂടെ
BJP എന്ത് സംഭവം നടന്നാലും നരേന്ദ്രമോദിയുടെ ഇനി കർണാടക ഗവൺമെൻറ് സാധിച്ചില്ല എന്ന് പറയട്ടെ, CBI അന്വേഷണത്തിന് ഉത്തരവിട്ടെ, CBI അവരെ അറസ്റ്റ് ചെയ്യും. അത് പറയുന്നതിന് പകരം ഇന്ത്യയിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് കരുതി ഇന്ത്യയിലുള്ള മുഴുവൻ സംഭവങ്ങളെയും കൂട്ടി ഇത് നടക്കുന്നത് കൂടുതലും ഉത്തർപ്രദേശ് BJP അല്ല ഭരിക്കുന്നത്, ലോ ആൻഡ് ഓർഡർ അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്. അങ്ങോട്ട് നോക്കാതെ BJP കുറ്റപ്പെടുത്തുമ്പോഴാണ് മാഷെ തീർച്ചയായിട്ടും ലോ ആൻഡ് ഓർഡർ പ്രശ്നം മാത്രമാണിത്. BJP കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ഇവിടെ കുറെ ചോദ്യങ്ങൾ VV രാജേഷും ഉയർത്തിയിരിക്കുന്നു. അദ്ദേഹവും മറ്റ് അതിഥികളും ദയവായി തുടരുക. ശ്രീ MB രാജേഷ് ഉൾപ്പെടെ. കാരശ്ശേരി മാഷ്, VV രാജേഷ് ഇപ്പോഴും പറയുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും നടന്ന കാര്യങ്ങൾ, നേരത്തെ കർണാടകത്തിലൊക്കെ സംഭവിച്ച പല കാര്യങ്ങളിലും എന്തുകൊണ്ട് നിങ്ങൾ എഴുതിയില്ല, അവിടുത്തെ മുഖ്യമന്ത്രിയോട് എഴുതുന്നതിന് പകരം ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നു എന്നാണ് മറ്റൊരു തരത്തിൽ ആദ്യം ചോദിച്ച അതേ ചോദ്യം. ലാൽ, ആദ്യത്തെ എൻ്റെ മറുപടി കൽബുർഗി കൊല്ലപ്പെടുന്നതിന് മുൻപ് പൻസാരെ എന്നൊരു യുക്തിവാദ പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു. അതിനു മുമ്പ് ദാബോൽക്കർ എന്നൊരു എഴുത്തുകാരൻ, യുക്തിവാദി, അന്ധവിശ്വാസം, അനാചാരത്തെ എതിർക്കുന്ന ആൾ കൊല്ലപ്പെട്ടിരുന്നു. ഈ രണ്ടുപേരും കൊല്ലപ്പെട്ടത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര ഭരിക്കുന്നത് രാജേഷിന്റെ പാർട്ടിയാണ്. അപ്പോ രാജേഷിന്റെ പാർട്ടിക്ക് അവകാശപ്പെടാൻ വയ്യാന്നാണ് ഞാൻ പറഞ്ഞത്. മാഷ ഒരു കറക്ഷൻ, തബോൽക്കർ കൊല്ലപ്പെടുന്നത് മഹാരാഷ്ട്ര കോൺഗ്രസ് ഭരിക്കുമ്പോഴാ. അല്ല, ഇപ്പാരാ ഭരിക്കുന്നത്? അല്ല, മഹാരാഷ്ട്രയിൽ തബോൽക്കർ കൊല്ലപ്പെട്ടത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാ. ആരാണ് കൊന്നത് ശ്രീ VV രാജേഷ്? അന്വേഷിക്കണം, പ്രതികളായിട്ട് അറസ്റ്റ് ചെയ്യണം. അതെ, അല്ല, കോൺഗ്രസ് സംസ്ഥാന കുറ്റവാളികളെ പിടിച്ചോ? ദാബോൽക്കറുടെ കുറ്റവാളി എന്തുകൊണ്ടാണ് ഗവൺമെന്റ് പിടിച്ചില്ല? മഹാരാഷ്ട്ര ഗവൺമെന്റ് അന്വേഷിക്കുമായിരിക്കും കേസ്. ഇപ്പോഴത്തെ ഗവൺമെന്റ് പിടിക്കുന്നില്ല. കൊല്ലപ്പെട്ടതാരുടെ സമയത്താ, പൻസാരയുടെ സമയത്താ. അന്ന് ഈ സാഹിത്യകാരന്മാരൊക്കെ എവിടെ പോയിരുന്നു? പിന്നീട് BJP അധികാരത്തിൽ വന്നല്ലോ. അല്ല, കോൺഗ്രസ് എടുത്തപ്പോ പിടിക്കാത്തതിന് മാഷ് മറുപടി. അല്ല, ഞങ്ങളൊക്കെ അന്ന് അല്ല രാജേഷ്, ദാബോൽക്കർക്ക് വേണ്ടി ഞങ്ങളൊക്കെ അന്നും സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ദാബോൽക്കർ കൊല്ലപ്പെട്ടപ്പോഴേക്കും കോൺഗ്രസ് ഗവൺമെന്റ് എന്തുകൊണ്ട് പ്രതികളെ? ശരി, ഞാൻ VV രാജേഷിനോട് ചോദിക്കുന്നത്, ആ കോൺഗ്രസ് ഗവൺമെന്റിനുള്ള അതേ നയം തന്നെയാണോ ഇപ്പൊ നിങ്ങൾക്കും ഉള്ളത്, അതോ കുറച്ചുകൂടി വ്യത്യസ്തമായി കുറച്ചുകൂടി തീവ്രമാണോ, അതോ ഇവരെയൊക്കെ പിടിക്കുക എന്നുള്ളൊരു തന്ത്രമാണോ? ഇതിന് മറുപടി പറയണം. ഇതിന് മറുപടി പറഞ്ഞിട്ട് ആ ചോദ്യത്തിലേക്ക് വരാം. ഇതിന് മറുപടി എന്തെങ്കിലും കാരശ്ശേരി മാഷ് പറയുകയാണെങ്കിൽ VV രാജേഷ് മറുപടി പറയും. അല്ല രാജേഷ്, എന്റെ സമയത്ത് എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. ഞാൻ പറയട്ടെ. കാരശ്ശേരി മാഷ് ഒന്ന് പറയൂ. അല്ല VV രാജേഷ്, ഞാൻ പറയട്ടെ. ദാബോൽക്കറുടെയും പൻസാരയുടെയും കൊലക്കേസുകളിലെ പ്രതികളെ പിടിക്കാൻ എന്തുകൊണ്ട് ഇന്നത്തെ മഹാരാഷ്ട്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് തയ്യാറാകുന്നില്ല? വേറൊരു പ്രധാന കാര്യം, എഴുത്തുകാരെങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടതെന്ന് രാജേഷ് തീരുമാനിക്കരുത് ദയവായിട്ട്. അത് സിദ്ധാരാമയ്യക്ക് കത്തെഴുതുകയാണോ, സാഹിത്യ അക്കാദമിക്ക് കത്തെഴുതുകയാണോ, പുരസ്കാരം മടക്കി കൊടുക്കുകയാണോ, മലയാളത്തിലെ ചാനലുകളിൽ ഇരുന്ന് സംസാരിക്കുകയാണോ വേണ്ടത് എന്ന് ഈ എഴുത്തുകാർ തീരുമാനിക്കട്ടെ. ഞങ്ങൾ ഒരിക്കലും ഈ തരത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ അംഗത്വം രാജിവെച്ചിട്ടുണ്ട്, ചാനൽ ചർച്ച ചെയ്തിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ചാനൽ ചർച്ച ഒക്കെ ഞങ്ങളുടെ പ്രതിഷേധ രീതികളാണ്. അതാത് ഇപ്പം ഞങ്ങൾ മഹാരാഷ്ട്രയിലെ BJP ഗവൺമെന്റിനും കത്തെഴുതിയിട്ടില്ല, നരേന്ദ്രമോദിക്കും കത്തെഴുതിയിട്ടില്ല. ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങളുടെ നാട്ടിൽ ഈ തരത്തിലുള്ള അക്രമങ്ങൾക്കും അന്യായങ്ങൾക്കും ഫാസത്തിനും എതിരായിട്ട് ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എഴുത്തുകാരെങ്ങനെ പ്രതിഷേധിക്കണം എന്ന് നമ്മൾ എഴുത്തുകാരെ പഠിപ്പിക്കാൻ പോകുന്നത് ശരിയല്ല. റൈറ്റ്. ശ്രീ MB രാജേഷ്, VV രാജേഷ് പറയുന്നത് ഈ പറഞ്ഞ കാലഘട്ടത്തിൽ മുൻപ് ചില കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, അവിടെ കോൺഗ്രസ് ആണ് ഭരിച്ചത്, അവിടെ ഇനി ഏത് ശക്തികളാണ് അത് കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നുള്ളതൊന്നും VV രാജേഷിന് അറിയില്ല. അവരെ കണ്ടുപിടിക്കണം, അതിനുവേണ്ടി എഴുത്തുകാർ രംഗത്തിറങ്ങണം, അല്ലെങ്കിൽ മറ്റുള്ളവർ വാദിക്കണം. അത് ഈ കർണാടകത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ, മുഖ്യമന്ത്രിക്ക് പറ്റില്ല എന്ന് പറയട്ടെ, അപ്പോൾ ആലോചിക്കാം. ഇതൊക്കെയാണ് മറുപടി. MB രാജേഷ്, MB രാജേഷിലേക്ക് തിരിച്ചെത്താം. രാവുണ്ണി മാഷ്, എഴുത്തുകാർക്ക് എന്താണ് സംഭവിക്കുന്നതെന്നും എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെ പെരുമാറുന്നില്ല എന്ന് പരാതി പറയുമ്പോഴും നിങ്ങൾ ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ള തീരുമാനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് ചർച്ചയാകുന്ന കാലഘട്ടമാണല്ലോ. ആ രീതിയിലേക്ക് തോന്നുന്നുണ്ടോ BJP
നേതാക്കൾ ഇപ്പോൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സാധാരണ ചാനൽ ചർച്ചകളിൽ ഏറ്റവും നന്നായി സംസാരിക്കുന്ന ഒരു BJP നേതാവാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഏറ്റവും വിവേകത്തോടെ ഏറ്റവും ശാന്തമായും. പക്ഷേ ഇന്ന് നോക്ക് ഓരോ ചോദ്യത്തിന് മുമ്പിലും അദ്ദേഹം പതറുകയാണ്. അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിമാർക്ക് കത്തയക്കാനാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നാഥുറാം ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്നു. യെസ്, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. നാഥുറാം ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്നു. അതിന് മറുപടി പറയേണ്ടത് ജവഹർലാൽ നെഹ്റു ആണോ? അതിൽ അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രി ആണോ? പെരുമാൾ മുരുകനെ എഴുത്ത് നിർത്തിച്ചു, സ്വയം മരണം വരിക്കുന്ന വിധത്തിൽ സംഭവം ഉണ്ടായി. ഇതിന് മറുപടി പറയേണ്ടത് ജയലളിത ആണോ? ഓരോ സംസ്ഥാനത്തും ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരല്ല, എല്ലാ സംസ്ഥാനത്തും നിറതോക്കുമായി വന്നിരിക്കുന്ന ആയുധങ്ങളുമായി വരുന്ന സംഘപരിവാർ എന്ന സായുധ ഗുണ്ട സംഘത്തിനെയല്ലേ നാം തളയ്ക്കേണ്ടത്? അവരെ കാണാതെ അവിടെ ഭരിക്കുന്നവർ ഇന്ന ആൾക്കാരാണ് എന്ന് പറയുന്നത് ഏത് കാഴ്ചപ്പാടിൽ ആണ് നമ്മൾ ചിന്തിക്കണം. വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എഴുത്തുകാരെ മാത്രമല്ല എല്ലാ ജനവിഭാഗങ്ങളെയും, വിദ്യാർത്ഥികളെയും യുവാക്കളെയും എല്ലാം ഇവിടെ കുട്ടികൾ തൊട്ടടുത്തിരുന്ന് ചുംബിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കോഴിക്കോട് ഹോട്ടൽ തല്ലി തകർത്തത്. അതിനെതിരെ ചുംബന സമരം കേരളത്തിൽ നടന്നത്. ചുംബനവും ഒരു സമരമാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ യുവാക്കൾ ഉൾപ്പെടെ ഇങ്ങനെ എല്ലാ തരത്തിലും ജനങ്ങളെയും തല്ലി ഒതുക്കുന്ന ഒരു ഹിംസയുടെ തേർവാഴ്ച ഉണ്ടായിരിക്കുന്നു. മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ ആ തോക്ക് ഇന്നും സജീവമായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കൽബറിക്ക് ശേഷം അടുത്തത് ഞങ്ങൾ കൊല്ലാൻ പോകുന്ന ഇന്ന ആളെയാണ്, KS ഭഗവാനെയാണ് എന്ന് പ്രഖ്യാപിക്കാൻ മടിയില്ലാത്ത നരഭോജികളാണ് ഇന്ന് തെരുവിൽ വന്നിരിക്കുന്നത്. അവരെ നിയന്ത്രിക്കുകയും അവരെ കൂട്ടിലടക്കുകയും ചെയ്യുന്നതിന് പകരം യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് BB രാജേഷ് ശ്രമിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. വാസ്തവത്തിൽ എല്ലാ ചർച്ചയിലും ഏറ്റവും നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ശ്രീ BB രാജേഷ്, ഒരുപക്ഷെ നിങ്ങളുടെ തന്നെ പാർട്ടിയാണ് കേന്ദ്രം ഭരിക്കുന്നത്, നിങ്ങളുടെ നേതാക്കളാണ് ആഭ്യന്തര വകുപ്പും മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത്. പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പരോക്ഷമായി തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു പ്രശ്നങ്ങളുണ്ട്, താക്കീതുകൾ നൽകിയിട്ടുണ്ട് സാക്ഷി രാജനെ പോലുള്ള ആളുകൾക്ക് എന്നുള്ളത് നമ്മൾ കേട്ടതാണ്. അത് എത്രത്തോളം ശക്തം എന്നുള്ളത് നമ്മൾ ഇനി അറിയേണ്ട കാര്യമാണ്. പക്ഷേ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു അസഹിഷ്ണുത ഉണ്ടാകുന്നുണ്ട്. അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഇത് ശരിയല്ല, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൃത്യമായി മെസ്സേജുകൾ കൊടുക്കാൻ വേണ്ട നടപടികൾ മാത്രം ഉണ്ടാകുന്നില്ല. നിങ്ങൾ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായില്ലേ എന്ന് ന്യായീകരിച്ച് പറയുമ്പോൾ എന്താണ് ഇവിടെ മരിച്ചു വീഴുന്ന ദളിതർക്കും ഒപ്പം എഴുത്തുകാരെ പോലെ എല്ലാ സമൂഹത്തിനും വേണ്ടി വാദിക്കുന്ന ആളുകൾക്കും സ്വാതന്ത്ര്യം ദാഹിക്കുന്ന ആളുകൾക്കും ഒക്കെ നിങ്ങളൊരു ശക്തി പകരുന്ന നടപടി എന്താണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്? ഇവിടെ രാവണി മാഷ് പറഞ്ഞതിൽ എനിക്ക് ഉത്തരമില്ലാതെയോ ആശയദാരിദ്ര്യ പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഉത്തരം മുറിയുന്നത് വളരെ ബുദ്ധിപൂർവ്വം ലാൽ അതിൻ്റെ കറക്റ്റ് മർമ്മപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ഇടപെട്ട് തടസ്സപ്പെടുത്തുന്നതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് ഒരു ആശയദാരിദ്ര്യമില്ല. അദ്ദേഹം എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം തന്നാൽ ഞാൻ പറയാം. ഞാൻ ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷിനോട് പറയുന്നു, മാഷേ ഏതു തരത്തിലും എഴുത്തുകാർക്ക് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലൊന്നും ഞങ്ങൾക്ക് കൈയടത്തുള്ള അധികാരമുള്ള ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന സംഘടനയുമല്ല. കാരശ്ശേരി മാഷിനൊക്കെ ചാനൽ ചർച്ചയിൽ അഭിപ്രായം പറയാം, പത്രത്തിൽ എഴുതാം, തെരുവൂർ പ്രസംഗം നടത്താം, മൗനജാഥ നടത്താം, എഴുതാം. മാഷിനെ പോലുള്ളവർ എഴുതുന്നത് വായിച്ചാൽ ഞങ്ങൾക്ക് അറിവുണ്ടാകുന്നു. ഞാൻ വളരെ മാനിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഇത്രയൊക്കെ ചെയ്യുന്നവർ ആ സംഭവം നടന്ന സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയോടോ ഭരണകൂടത്തോടോ എന്തുകൊണ്ട് അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിക്കുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ചോദിക്കാതിരിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് ഉള്ളതുപോലെ തന്നെ ഇപ്പൊ കൽബുർഗിയെ പോലെയുള്ള ആളുകൾ മരിച്ചു വീഴുമ്പോൾ അതിനെതിരെയുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങളാണ് വേണ്ടത്. നിങ്ങളാണ് ഭരിക്കുന്നത്, നിങ്ങൾ ഉത്തരങ്ങൾ നൽകണം. അതാണ് ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കുക. അതായത് ആ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് അവിടെ ഇതൊരു ഫെഡറൽ സിസ്റ്റം അല്ലേ മാഷിന് എൻ്റെ കാലം അറിയാനുള്ള കാര്യങ്ങളൊക്കെ. ഈ ഫെഡറൽ സിസ്റ്റത്തിൽ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനമല്ലേ. അപ്പോൾ ആ സംസ്ഥാനത്തിൽ അതിന് മറുപടി പറയേണ്ടവരോട് ഞങ്ങൾക്ക് ചോദിക്കാൻ വയ്യ. ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കുക. ലാൽ ദയവ് ഇടപെടരുത്. ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ കോർണർ ചെയ്യുക.
എന്ന് പറയുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളുടെ എഴുത്തുകാരുടെ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ ഇടപെടാൻ വേണ്ടി അങ്ങോട്ട് നോക്കാൻ വേണ്ടി ഉദ്ദേശിക്കില്ല. എഴുത്തുകാർ പ്രതികരിക്കണം. ഒരു കറക്റ്റീവ് ഫോഴ്സായി എഴുത്തുകാർ നിൽക്കണം. ഞങ്ങൾ ഭരണകൂടമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടി എഴുത്തുകാരും വിമർശകരും ഒക്കെ തന്നെ സജീവ ശക്തിയോടെ ഇവിടെ ഉണ്ടാകണം. ഇപ്പൊ അവർ ഇടപെട്ടല്ലോ. ഇടപെട്ടപ്പോ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് എന്താണ്? സ്ഥാനമാനങ്ങൾ കിട്ടാത്തവരാണ്, ആലോചിച്ച് വെച്ച ചിന്തിച്ചു വെച്ച ആ പുരസ്കാരം കിട്ടാത്തവരാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ വിമർശനങ്ങളെ നിങ്ങൾ അസഹിഷ്ണുതയോടെ അല്ലല്ല, ഞാനത് കംപ്ലീറ്റ് ചെയ്തോട്ടെ. എഴുത്തുകാർ അങ്ങനെ ഇടപെടുമ്പോൾ എഴുത്തുകാർ സംഭവം നടന്ന സംസ്ഥാനങ്ങളിലെ, ഇപ്പോൾ ദാദ്രി സംഭവത്തിൽ മുലായം സിംഗ് യാദവിനോട് അദ്ദേഹത്തിൻ്റെ മകൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവിനോട് എഴുത്തുകാർ ചോദിച്ചില്ല. എഴുത്തുകാർ നരേന്ദ്രമോദിയോട് ചോദിച്ചോളൂ, നരേന്ദ്രമോദിയെ വിമർശിച്ചോളൂ, അത് എഴുത്തുകാരുടെ സ്വാതന്ത്ര്യം. പക്ഷേ അതാത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോട് ചോദിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് ബയസ്ഡ് ആയിട്ട് നിങ്ങൾ പെരുമാറുന്നത്. അതാത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിക്ക് എതിരായി നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് പറയാം, ഇതാ ഈ നാട്ടിൽ മുഖ്യമന്ത്രി പറയുന്നില്ല, അവിടുത്തെ ജനങ്ങൾ എഴുത്തുകാർ ഈ രീതിയിൽ പറഞ്ഞിട്ടും അവർ ഇടപെടുന്നില്ല, ഞങ്ങൾ ഇതാ ഇടപെടുന്നു, ഞങ്ങളുടെ ഇടപെടലുകൾ നടപടികൾ ഇതാണ്. എന്ത് നടപടി നിങ്ങളുടെ ഭാഗത്ത്? ലാൽ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, എനിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റിയില്ല. പിന്നെ രാവുണ്ണി മാഷ് അന്ധമായ RSS BJP വിരോധം പെരുമാൾ മുരുകനെ കുറിച്ച് പറയുന്നു. മാഷ് ലാലിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. പെരുമാൾ മുരുകനെ കുറിച്ച് മാഷ് പറയുന്നു, മാഷ് ഫെഡറൽ സിസ്റ്റത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് നിയമലംഘനവും ഒരു വ്യക്തി ചെയ്താൽ ആ സംസ്ഥാനത്തിലെ ജയലളിതയോട് തന്നെയാണ് ചോദിക്കുന്നത്. പെരുമാൾ മുരുകനെ പോലുള്ള ഒരു എഴുത്തുകാരന് എഴുതാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത്, ഭരണഘടന നൽകുന്ന പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് അവിടം ഭരിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ചുമതലയാണ്. ലാലിന്റെ ചോദ്യത്തിന് മറുപടി ലാല് നേരത്തെ വളരെ ലാഘവത്തോടെ ചോദിച്ചു, സിദ്ധാരാമയ്യ ചെയ്തില്ല, എന്തുകൊണ്ട് നിങ്ങൾക്ക് ആർട്ടിക്കിൾ 356 അനുസരിച്ച് ആ ഭരണകൂടത്തെ പിരിച്ചുവിട്ടുകൂടാ? ലാലിൻ്റെ വളരെ തന്ത്രപൂർവ്വം ഒരു ചോദ്യമാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം നടന്നു, ഒരു കൊലപാതകം നടന്നു, ഉടൻ തന്നെ ഒരു സംസ്ഥാന ഗവൺമെന്റ് പിരിച്ചുവിടണം, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അത് ചെയ്യണം. അത് ഒരിക്കലും സംഭവിക്കാത്ത ചെയ്യണ്ട. നിങ്ങൾ നിയമപ്രകാരം ചെയ്യേണ്ട ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അവിടുത്തെ ഗവർണർ അടുത്ത് ഒന്ന് ചോദിച്ചാൽ മതി, എന്താണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഇങ്ങനെ കുറെ കഥകൾ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പിരിച്ചൊന്നും വിടണ്ട, അവർ റിപ്പോർട്ട് ചോദിക്കുന്നതാണ് ഞാൻ ചോദിച്ചത്. തിരിച്ചു വരാം, ഞാൻ രാജേഷിലേക്ക് തിരിച്ചു വരാം. കാരശ്ശേരി മാഷെ, ക്രമസമാധാന പ്രശ്നം മാത്രമാണോ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല ലാൽ, VV രാജേഷിൻ്റെ സംസാരം എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുകയാണ്. അതായത് അവിടെ ഗാസയിൽ സയനിസ്റ്റുകൾ പലസ്തീൻ കുട്ടികളെ ബോംബിട്ട് കൊല്ലുമ്പോൾ നമ്മൾ കോഴിക്കോട്ട് പ്രതിഷേധിച്ചാൽ പോരാ. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭീകരന്മാർ കുർദുകളെയും യസീദികളെയും ചുട്ടുകൊല്ലുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്തോ കോഴിക്കോട്ടോ പ്രകടനം നടത്തിയാൽ പോരാ എന്ന് പറഞ്ഞാൽ ഒരാശയത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതൊരു നിയമപ്രശ്നം മാത്രമല്ല. അതായത് എഴുത്തുകാരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിയമപ്രശ്നം മാത്രമാണ്, അതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ് എന്ന് ചെറുതാക്കി കാണിക്കുകയാണ് രാജേഷ് ചെയ്യുന്നത്. എഴുത്തുകാരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇപ്പോൾ ചേകനൂർ മൗലവിക്ക് നിഷേധിക്കപ്പെട്ടത് എന്താണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ്, അത് കഴിച്ചിട്ട് 22 കൊല്ലായില്ലേ? ഇപ്പോൾ MP രാജേഷ് വളരെ ഭംഗിയായിട്ട് 1919 ജാലിയൻവാല ബാഗിൽ കൂട്ടക്കൊല ഉണ്ടായപ്പോൾ ടാഗോർ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സർ പദവി തിരിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പറയുന്നത് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിന് നമ്മൾ കത്തെഴുതിയിട്ടില്ല എന്ന് ഞാൻ രാജേഷിനോട് പറഞ്ഞു. അവിടെ എന്ത് പറ്റി ദാബോൽക്കറുടെ കൊലക്കേസിന്, എന്ത് പറ്റി പൻസാരയുടെ കൊലക്കേസിന് എന്ന് നമ്മൾ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിനും കത്തെഴുതിയിട്ടില്ല. അവിടെ BJP ഭരിക്കുന്നത്. അപ്പോൾ BJP മാത്രം പ്രതിക്കൂടിൽ നിർത്താനുള്ള ഗൂഢാലോചനയാണ് എന്ന് എന്നോട് പ്രത്യേകിച്ച് രാജേഷ് പറയരുത്. കാരണം കോൺഗ്രസ് ഗവൺമെൻറ് ആണോ ഭരിക്കുന്നത്, മുസ്ലിം ലീഗ് ആണോ ഭരിക്കുന്നത്, BJP ആണോ ഭരിക്കുന്നത്, ആരാണ് ആഭ്യന്തര വകുപ്പ് എന്ന് നോക്കാതെ ഈ തരത്തിലുള്ള അക്രമങ്ങൾക്കും അന്യായങ്ങൾക്കും എതിരായിട്ട് എന്നെ കൊണ്ടാവും പോലെ എഴുതുകയും പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവിടെ എത്രയോ ഗവൺമെന്റുകൾ മാറി മാറി ഭരിച്ചു. ഈ സമയത്തൊക്കെ ചേകനൂരിന്റെ കേസ് പറയുമ്പോൾ ഏത് ഗവൺമെന്റാന്ന് നോക്കാതെ ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ് എന്നല്ല, ഇത് ഇവിടുത്തെ മതങ്ങളെ വിമർശിക്കാൻ, ഇവിടുത്തെ മതവർഗീയതയെ വിമർശിക്കാൻ, ഇവിടുത്തെ തീവ്രവാദത്തെ വിമർശിക്കാൻ, പാരമ്പര്യത്തെ വിശകലനം ചെയ്യാൻ, പുതിയ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരാൻ
എഴുത്തുകാരുടെ Right, right. അവകാശമുണ്ടോ സമയത്തിന്റെ പരിമിതി കൊണ്ട് എന്നുള്ള മാത്രമാണ് ഞാൻ രാജേഷിനോട് അടിസ്ഥാനപരമായ അവസാനിപ്പിക്കാൻ മുമ്പ് ശ്രീ ചോദ്യമാണ്. അത് രാവണി മാഷ് കർണാടകത്തിലും പെട്ടെന്ന് മറുപടി കേരളത്തിലും പറയാമെങ്കിൽ ഒന്നാണെന്ന് ഞാൻ എന്താണ് വിചാരിക്കുന്നു. എഴുത്തുകാർ ഇനി മുന്നോട്ട് ചെയ്യാൻ പോകുന്നത്? ഈ പറഞ്ഞ പോലെ പുരസ്കാരങ്ങൾ തിരിച്ചു കൊടുത്തുകൊണ്ടും തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെയുള്ള പ്രതിഷേധങ്ങളായി കഴിഞ്ഞു. അതിനൊരു ഫലം കണ്ടു കഴിഞ്ഞു, പ്രമേയങ്ങളായി കഴിഞ്ഞു. പക്ഷെ ഒരു ഭാഗത്ത് നിങ്ങൾ എന്തിനെയാണോ എതിർക്കുന്നത് ആ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. എന്താണ് ഇനി നിങ്ങളുടെ അടുത്ത ഉന്നം? ഇത് തീർച്ചയായിട്ടും എല്ലാവരും വളരെ സംഘടിതമായി ഒരു പാർട്ടി പോലെ ചെയ്യുന്നതല്ല. ഓരോ എഴുത്തുകാരും അവനവൻ്റെ നീതിബോധത്തിൻ്റെയും അവൻ്റെ ഒരു ആത്മാഭിമാനത്തിൻ്റെയും ഒരു പ്രശ്നം എന്ന നിലയ്ക്ക് സ്വയം വരുന്നതാണ്. ഞാൻ വിചാരിക്കുന്നത് ഇത് വാസ്തവത്തിൽ എഴുത്തുകാരെ ഭയപ്പെടുത്താനും നിശബ്ദരാക്കാനുമുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നിരന്തരമായി എഴുത്തുകാരെ ഭീഷണിപ്പെടുത്തുന്നത്, കൊലപ്പെടുത്തുന്നത്. ഒരു കാര്യം തീർച്ചയാണ്, ഇത്തരം ഭീഷണിയുടെ മുമ്പിൽ എഴുത്തുകാർ തലകുനിച്ച് നടുകുനിച്ച് വാലാട്ടി കൊടുക്കുന്ന പ്രശ്നമില്ല. ഭരണകൂടത്തിന് സംഘപരിവാറിന് വേണ്ടത് അനുസരിക്കുന്ന, കാല് നക്കുന്ന, വാലാട്ടുന്ന എഴുത്തുകാർ മാത്രമാണ്. മരണം ഭരിക്കുന്ന എഴുത്തുകാരെയാണ്. നിങ്ങളുടെ നടപടികൾ കുറച്ചുകൂടി ആളുകൾക്ക് ബോധ്യം വരുന്ന രീതിയിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. പെട്ടെന്ന് രാവണ മാഷ് എഴുത്തുകാരെന്നുള്ള നിലയ്ക്കും കവി എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെയോ ഞങ്ങളുടെ സംഘടനയെക്കുറിച്ചോ മാഷ് എത്രത്തോളം മനസ്സിലാക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്തായാലും എഴുത്തുകാരെന്നല്ല ഒരു വ്യക്തിയെപ്പോലും ഞങ്ങളുടെ സംഘടന അടിമയായി കാണാനോ അടിമയായി നിൽക്കാനോ ഒന്നും ആഗ്രഹമില്ല. ഈ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ 135 കോടി ജനങ്ങൾ ശ്വാസങ്ങൾ ചെയ്യുന്നത് തന്നെ സംഘപരിവാർ പറയുന്ന പോലെയാണെന്നൊക്കെ വരുത്തി തീർത്തു കഴിഞ്ഞാൽ അതിനോടൊക്കെ ശക്തമായി പ്രതിഷേധമുണ്ട്, പ്രതികരിക്കേണ്ടി വരും. മറ്റൊന്ന്, ലാല് ചോദിച്ചു എന്തുകൊണ്ട് ഗവർണറോട് ചോദിച്ചില്ല. ആ വിഷയം നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. അങ്ങനെ ഒരു ക്ലോസ് അവിടെ കിടക്കുന്നു. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നമുക്ക് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. തീർച്ചയായിട്ടും രാജേഷിന് അതിന് മറുപടി ഉണ്ട് എന്ന് മാത്രം ഞാൻ സമ്മതിച്ചു തന്നുകൊണ്ട്, രാജേഷിന് അതിന് മറുപടി ഉണ്ടെന്ന് മാത്രം സമ്മതിച്ചു തന്നുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടി വരുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ MP രാജേഷ്, ശ്രീ VV രാജേഷ്, പ്രൊഫസർ MN കാരശ്ശേരി, കവി രാവുണ്ണി.